അടുത്തതായി നമുക്ക് ഒരു മാർജിൻ നമ്മുടെ പേജിന് ആവശ്യമായ മാർജിൻ എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് നോക്കാം. സോ നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ പഠിച്ച അതേ പ്രൊസീജിയറാണ് ഇവിടെയുമുള്ളത്. സോ അതിനുവേണ്ടി നമ്മൾ പേജ് ലേഔട്ടിൽ പോയതിന് ശേഷം മാർജിൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് നോർമലായിട്ടുള്ള ടോപ്പ് 0.75 ഇഞ്ച്, ബോട്ടം 0.75, റൈറ്റ് 0.7 ഇഞ്ച്, ലെഫ്റ്റ് 0.7 ഇഞ്ച്, ഹെഡർ 0.3, ഫൂട്ടർ 0.3 ഈ ഒരു നോർമൽ ഡീഫാൾട്ട് സ്റ്റൈലാണ് ഇപ്പോൾ അപ്ലൈ ആയിട്ടുള്ളത്. സോ നമുക്ക് വൈഡ് വേണമെങ്കിൽ അതുപോലെ നാരോ വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്നും സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഒരു ഡോട്ടഡ് ലൈൻ കാണാൻ കഴിയും. ഈ ഡോട്ടഡ് ലൈൻ വരെയാണ് നമ്മുടെ പേജിൻ്റെ മാർജിൻ എന്ന് പറയുന്നത്. നമുക്കിതൊന്ന് സൂം ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പേജും നമുക്ക് ഇതുപോലെ ഡോട്ടഡ് ലൈൻസിനുള്ളിൽ കാണാൻ കഴിയും. സോ അതിന് ക്ലിയറായി കാണണമെങ്കിൽ നമ്മൾ ഈ കാണുന്ന ഗ്രിഡ് ലൈൻസ്, ഓരോ സെല്ലിൻ്റെയും ഗ്രിഡ് ലൈൻസ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാൽ, സോ നമ്മളിവിടെ വ്യൂ എന്ന മെനുവിൽ വന്നതിന് ശേഷം ഗ്രിഡ് ലൈൻസ് ഇവിടെ ഈ ചെക്ക് ബോക്സ് നമ്മൾ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഈ ഗ്രിഡ് ലൈൻ നമുക്ക് ഡിസേബിൾ ആവുന്നതും അതുപോലെ നമ്മുടെ പേജ് ഗ്രിഡ് ലൈൻ ഇല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. സോ ഈ ഓരോ ഡോട്ടഡ് ലൈനാണ് നമ്മളിപ്പോൾ സെറ്റ് ചെയ്ത മാർജിൻ. ഓരോരോ പേജസ് ഓരോ പേജും നമ്മൾ സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയും. സോ വീണ്ടും നമ്മൾ ഗ്രിഡ് ലൈൻസ് ചെക്ക് ബോക്സ് ഓൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രിഡ് ലൈൻസോട് കൂടി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ശേഷം നമ്മൾ ഫയലിൽ പ്രിൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ പ്രിൻറ്റ് പ്രീ ഇവിടെ ലഭ്യമായിരിക്കും. നമുക്ക് മാർജിൻ സെറ്റ് ചെയ്യണമെങ്കിൽ പേജ് ലേഔട്ടിൽ വന്നതിന് ശേഷം ഇവിടെ നിന്ന് നമ്മൾ ഇൻബിൽഡ് ആയിട്ടുള്ളത് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റം മാർജിനിൽ വന്നതിന് ശേഷം നമ്മൾ പണ്ട് വേർഡിലൊക്കെ ചെയ്തതുപോലെ തന്നെ നമുക്ക് ഹെഡറും ഫൂട്ടറും എത്രയാണോ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ ഇൻക്രീസ് ചെയ്യാം. 1.25 ഇഞ്ചസ് എത്ര ഇഞ്ചസാണ് വേണ്ടതെന്ന് വെച്ചാൽ മുകളിൽ ആരോ പ്രസ് ചെയ്ത് ഇൻക്രീസ് ചെയ്യുക, താഴെ ആരോ പ്രസ് ചെയ്യുകയാണെങ്കിൽ കുറയ്ക്കുകയും ചെയ്തതിന് ശേഷം നമുക്ക് ഇതുപോലെ റൈറ്റ് സൈഡ്, ടോപ്പ്, ബോട്ടം, ലെഫ്റ്റ്, ഫൂട്ടർ, ഹെഡർ എല്ലാ മാർജിനും നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത രീതിയിലുള്ള ഒരു മാർജിൻ നമ്മുടെ പേജിന് ലഭ്യമായിരിക്കും. വീണ്ടും നമുക്ക് നോർമൽ തന്നെ വേണമെങ്കിൽ ഈ മാർജിൻ വന്നതിന് ശേഷം നോർമൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ ഡീഫാൾട്ട് ആയിട്ടുള്ള സെറ്റിംഗ് അതിന് ലഭ്യമാവുന്നതാണ്. അടുത്തതായി നമ്മുടെ ഓറിയൻറ്റേഷനാണ്. നമ്മൾ പ്രിൻറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ പ്രിൻറ്റ് പ്രിവ്യൂ ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ പോർട്രേറ്റ് ഓറിയൻറ്റേഷനിലാണ് ഇവിടെ ഇപ്പോൾ സെലക്ട് ആയിട്ടുള്ളത്. അതായത് പേജിൻ്റെ ഹൈറ്റ് കൂടുതലും വിഡ്ത്ത് കുറവായിട്ടുള്ള ഒരു സാധാരണ നമ്മൾ നോർമൽ പ്രിൻറ്റിങ് ചെയ്യുന്നത് പോലെയുള്ള ഒരു സെറ്റിംഗ് ആണത്. സോ ശേഷം നമ്മൾ ലാൻഡ്സ്കേപ്പിലാക്കുകയാണെങ്കിൽ അതിൻ്റെ വീതി കൂടുകയും ഹൈറ്റ് കുറയുകയും ചെയ്യും. ഈ ഒരു രീതിയിൽ നമുക്ക് വീതി കൂടുതലായിട്ടുള്ള രീതിയിലായിരിക്കും പ്രിൻറ്റ് വരുന്നത്. അവയെല്ലാം നമുക്ക് ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡിൽ പഠിച്ച അതുപോലെ തന്നെയാണ്. അടുത്തതായി നമ്മുടെ എക്സൽ പേജിന് ഒരു ഹെഡർ ആൻഡ് ഫൂട്ടർ എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്നത് നമ്മുടെ പേജിൽ നമ്മളൊരു പേജിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ എല്ലാ പേജുകളിലും അത് അപ്ലൈ ആയിരിക്കും. സാധാരണ നമ്മൾ ഹെഡർ ആൻഡ് ഫൂട്ടറിൽ സാധാരണ നമ്മുടെ ഡോക്യുമെൻറ്റ് ടൈറ്റിലും അതുപോലെ തന്നെ പേജ് നമ്പേഴ്സും എല്ലാമാണ് കൊടുക്കുന്നത്. സോ അതിനുവേണ്ടി നിങ്ങൾ പേജ് ലേഔട്ടിൽ വന്നതിന് ശേഷം ഈ ഭാഗത്തുള്ള പ്രിൻ്റ് ടൈറ്റിൽ എന്ന് പറയുന്ന അതിൻ്റെ താഴ്ഭാഗത്തുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു ആരോ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേജ് സെറ്റപ്പ് എന്ന് പറയുന്നൊരു ചെറിയ വിൻഡോ ഓപ്പണായി വരും. ഇതിൽ ഹെഡർ ആൻഡ് ഫൂട്ടർ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. സോ നമുക്ക് ഹെഡർ എന്ന് പറയുന്നത് മുകളിലെ മാർജിന് മുകളിലെ ഭാഗവും പേജിന് മുകളിലെ മാർജിന് മുകളിലുള്ള ഭാഗവും അതുപോലെ ഫൂട്ടർ എന്ന് പറയുന്നത് പേജിന് താഴെ മാർജിന് താഴെയുള്ള ഭാഗവുമാണ്. അപ്പോൾ നമ്മൾ ഹെഡറിൽ ഇവിടെ കൊടുക്കുന്നത് നമ്മുടെ മൈ ഫസ്റ്റ് എക്സൽ ഡോക്യുമെൻ്റ് എന്ന നമ്മുടെ ഫയലിൻ്റെ ടൈറ്റിൽ തന്നെ ആയിക്കോട്ടെ. സോ നമ്മളത് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് അത് വന്നിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഫൂട്ടറിൽ നമ്മൾ പേജ് നമ്പർ കൊടുക്കുന്നു. ശേഷം ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് പ്രിവ്യൂവിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ മുകളിൽ നമ്മുടെ ഹെഡറും അതുപോലെ മൈ ഫസ്റ്റ് എക്സൽ ഡോക്യുമെൻ്റ് എന്നല്ല ഫയൽ നെയിമും അതുപോലെ താഴെ നമ്മുടെ പേജ് നമ്പറും ഇതുപോലെ വരുന്നതായിരിക്കും. ഇനി നമുക്ക് കസ്റ്റം വേണമെങ്കിൽ നമുക്കിവിടെ ഹെഡറിൽ പോയതിന് ശേഷം കസ്റ്റം ഹെഡർ എന്ന് സെലക്ട് ചെയ്ത് നമുക്ക് ഇവിടെ ഇത് ലെഫ്റ്റ് സൈഡാണ്, ഇത് സെൻറ്റർ ഭാഗം, ഇത് റൈറ്റ് സൈഡ്. സോ ഏത് റൈറ്റ് സൈഡിൽ ഞാൻ ഡേറ്റ് എന്ന് ജസ്റ്റ് ടൈപ്പ് ചെയ്യുന്നു. ശേഷം ഓക്കെ ചെയ്യുന്നു. സോ നമ്മുടെ സെൻറ്റർ ഭാഗത്ത് നമ്മുടെ ഫയൽ നെയിം അതുപോലെ റൈറ്റ് സൈഡിൽ നമ്മുടെ ഡേറ്റ് എന്ന് പറയും നമ്മൾ കസ്റ്റമായി കൊടുത്ത ഹെഡറും വരുന്നതായിരിക്കും. ഫൂട്ടറിൽ നമ്മൾ കസ്റ്റം ഫൂട്ടർ സെലക്ട് ചെയ്തതിന് ശേഷം ജസ്റ്റ് നമ്മൾ ഒരു കോൺഫിഡൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന രീതിയിൽ ഒരു കോൺഫിഡൻഷ്യൽ എന്ന് എഴുതുന്നു. ശേഷം ഓക്കെ പ്രസ് ചെയ്യുന്നു. ഇവിടെയും ഓക്കെ പ്രസ് ചെയ്യുന്നു. സോ നമ്മളിപ്പോൾ രണ്ട് കസ്റ്റം ഹെഡറും ഫൂട്ടറും നൽകി നമുക്കതിൻ്റെ പ്രിൻ്റ് പ്രിവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ കാണാൻ കഴിയും. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് ഫ്രീ സ്പാൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. സോ നമുക്കിവിടെ ഒരു സാമ്പിൾ സെയിൽസ് ഓർഡർ ടേബിളുണ്ട്. സോ നമ്മൾ ഈ ടേബിൾ താഴോട്ട് ഇതുപോലെ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹെഡിങ്ങും മറ്റും ടേബിൾ ഹെഡിങ്ങും അതുപോലെ തന്നെ ടൈറ്റിലും എല്ലാം നമുക്ക്
കാണാൻ കഴിയാത്ത രൂപത്തിൽ അത് മുകളിലോട്ട് പോകുന്നുണ്ട്. സോ ഈ ഒരു അവസരത്തിൽ നമുക്ക് ഈ കാണുന്ന ഇത്രയും ഭാഗം നമ്മൾ എത്ര കൂടുതൽ ഡാറ്റാസ് താഴോട്ടുണ്ടെങ്കിലും നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇത്രയും ഭാഗം ഇവിടെ നിലനിർത്തിക്കൊണ്ട് കാണാൻ കഴിയുന്ന രൂപത്തിൽ നമ്മെ സഹായിക്കുന്ന ഒരു ഓപ്ഷനാണ് ഫ്രീസ് പാൻ എന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഏത് ഭാഗമാണ് നമുക്ക് നിലനിർത്തേണ്ടത് പേജിൽ, അതിന് ആ റോയുടെ താഴെ നമ്മൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം, അതായത് ഇപ്പോൾ എനിക്ക് ഈ ഭാഗമാണ് ഇവിടെ നിലനിർത്തേണ്ടത്, അപ്പോൾ ഞാനിവിടെ ഈ ഭാഗത്ത് ഒരു സെല്ലിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ സെല്ലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ വ്യൂ ടാബിൽ പോയതിന് ശേഷം ഫ്രീസ് പാൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫ്രീസ് പാൻസ് എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഞാൻ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ എൻ്റെ എല്ലാ ഡാറ്റയും മുകളിലോട്ട് ഈ ഒരു ഹെഡിങ്ങിൻ്റെ താഴോട്ട് ഹൈഡായി പോകുന്നതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സൈഡിൽ ഈ റോ നമ്പർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും. ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് റോ ഇവിടെ നിലനിൽക്കുകയും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള ഡാറ്റകൾ മാത്രമേ നമ്മുടെ സ്ക്രോളായി പോകുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഏത് ഭാഗത്താണോ ഈ സെല്ല് സെലക്ട് ചെയ്ത് അതിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള കോളംസും അതുപോലെ അവിടെ ഫ്രീസായി നിലനിൽക്കും. സോ അത് നമുക്ക് കാണണമെങ്കിൽ നമ്മുടെ റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഓർഡർ ഡേറ്റ് എന്ന് പറയുന്ന കോളം അവിടെ ഫ്രീസായി നിൽക്കുന്നത് കാണാൻ കഴിയും. അതുപോലെ തന്നെ നമ്മൾ താഴോട്ട് നേരത്തെ പറഞ്ഞ പോലെ ചെയ്യുകയാണെങ്കിൽ ആ മുകളിലെ ഹെഡിങ്ങും ആ 2 റോസ് അവിടെ ഫ്രീസായി നിൽക്കുന്നത് കാണാൻ കഴിയും. സോ അത് അൺഫ്രീസ് ചെയ്യണമെങ്കിൽ ഭാഗം സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രീസ് പാനിൽ പോയി അൺഫ്രീസ് പാൻസ് എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓപ്ഷൻ അൺഫ്രീസ് ആവുന്നതാണ്. സോ നമ്മുടെ ഇത് പഴയ രൂപത്തിലോട്ട് തന്നെ മാറുന്നതാണ്. ഫ്രീസ് പാനിലെ അടുത്ത 2 ഓപ്ഷനുകളാണ് ഫ്രീസ് ടോപ്പ് റോ അതുപോലെ ഫ്രീസ് ഫസ്റ്റ് കോളം. സോ നമ്മൾ ഫ്രീസ് ടോപ്പ് റോ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുകളിലെ ഈ ഫസ്റ്റ് റോ മാത്രം ഫ്രീസ് ആവുന്നതായിരിക്കും. സോ നമുക്ക് സ്ക്രോൾ ചെയ്താൽ ഇതുപോലെ ആ റോ മാത്രം അവിടെ നിലനിൽക്കുകയും ബാക്കിയെല്ലാം സ്ക്രോൾ ആവുന്നതായും കാണാം. അതുപോലെ അതിലെ മറ്റൊരു ഓപ്ഷനാണ് ഫ്രീസ് ഫസ്റ്റ് കോളം എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോളം മാത്രം ഫ്രീസ് ആയിരിക്കുന്നതായിരിക്കും. സോ നമ്മളത് റൈറ്റിലോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ മാത്രമേ അത് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. സോ ഇതേ രൂപത്തിൽ ആ കോളം മാത്രം ഫ്രീസ് ആവുകയും ബാക്കിയെല്ലാം സ്ക്രോളായി പോകുന്നതായിരിക്കും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു പ്രത്യേക കണ്ടീഷൻ അനുസരിച്ച് നമുക്കൊരു സെല്ലിൻ്റെ കളർ, ബാക്ക്ഗ്രൗണ്ട് കളർ, ഫോണ്ട് കളർ എന്നിവയെല്ലാം ചേഞ്ച് ചെയ്യുന്നതിനും പ്രത്യേക ഫോർമാറ്റ് സെറ്റ് ചെയ്യുന്നതിനും നമുക്കിത് ഉപയോഗിക്കാം. സോ ഫോർ എക്സാമ്പിളായി ഞാൻ ഈ ടോട്ടൽ എന്ന് പറയുന്ന ഈ കോളം സെലക്ട് ചെയ്യുന്നു. ഈ ശേഷം ഞാൻ കണ്ടീഷണൽ ഫോർമാറ്റിങ്ങിൽ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കണ്ടീഷൻസ് കാണാൻ കഴിയും. ആദ്യമായി ഞാൻ ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിലാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ബിറ്റ്വീൻ, ഈക്വൽ ടു, ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ ഡേറ്റ് ഒക്കറിങ് തുടങ്ങി ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാൻ ആദ്യമായി ഗ്രേറ്റർ ദാൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോ ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതുപോലെ ഉള്ള ഒരു ചെറിയ വിൻഡോ ഓപ്പണായി വരും. സോ ഇവിടെ ഇപ്പോൾ ഞാൻ ഈ ഒരു ഈ ഒരു കോളം സെലക്ട് ചെയ്തു. ഈ കോളത്തിൽ ഞാൻ 500 എമൗണ്ടിന് മുകളിലുള്ള എല്ലാ വാല്യൂസും ഞാനൊരു പ്രത്യേക റെഡ് കളർ അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് കളർ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ യെല്ലോ ഫിൽ വിത്ത് ഡാർക്ക് യെല്ലോ ടെക്സ്റ്റ് കളർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഫോർമാറ്റ് സെൽസ് ദാറ്റ് ആർ ഗ്രേറ്റർ ദാൻ 500. സോ 500-ൽ കൂടുതൽ എമൗണ്ട് ഉള്ള എല്ലാ സെല്ലുകളും പ്രത്യേക ഒരു യെല്ലോ കളറിലുള്ള ഒരു ഫോർമാറ്റിംഗ് ആണ് കൊടുക്കാൻ പോകുന്നത്. ശേഷം ഞാൻ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഈ ഞാൻ സെലക്ട് ചെയ്ത കോളത്തിൽ 500 എന്ന് പറയുന്ന സംഖ്യക്ക് മുകളിലുള്ള എല്ലാ സെല്ലിനും ഒരു നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഫോർമാറ്റ്, ആ ഒരു കളർ ലഭ്യമായതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതുപോലെ വിവിധ തരത്തിലുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്കിവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ക്ലിയർ ചെയ്യണമെങ്കിൽ സെലക്ട് ചെയ്ത ശേഷം ക്ലിയർ റൂൾസ് ഫ്രം സെലക്റ്റഡ് സെൽസ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്ലിയർ ആവുന്നതാണ്. ശേഷം ഞാൻ മറ്റൊരു റൂളും കൂടി സെലക്ട് ചെയ്യുന്നു. ബിറ്റ്വീൻ എന്ന് പറയുന്ന ഒരു റൂൾ സെലക്ട് ചെയ്യുന്നു. ഇതിൽ നമുക്ക് 2 സംഖ്യകളുടെ ഇടയിലുള്ളതിന് പ്രത്യേക കളർ നൽകാം. അത് ഞാനിവിടെ 100 300 അപ്പോൾ തന്നെ നിങ്ങളിവിടെ സൈഡിൽ കാണാൻ കഴിയും ആ ഒരു ഭാഗം ഹൈലൈറ്റ് ആയത്. ശേഷം ഇവിടെ നിന്ന് നമുക്ക് ഒരു ഏത് കളറാണോ വേണ്ടത് സെലക്ട് ചെയ്ത് ഓക്കെ ചെയ്യുകയാണെങ്കിൽ
നമ്മൾ റൂളിൽ കൊടുത്ത പോലെ 100-നും 300-നും ഇടയിലുള്ള എല്ലാ എമൗണ്ടിനും നമ്മൾ കൊടുത്ത ഈ ഒരു ഗ്രീൻ കളർ ഇവിടെ ലഭ്യമായതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇത്തരത്തിൽ നമുക്ക് വിവിധ തരത്തിലുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് അതിൽ തന്നെ മറ്റൊരു ഓപ്ഷനായ ഞാനിപ്പോൾ ഈ ഐറ്റം എന്ന് പറയുന്ന ഭാഗം സെലക്ട് ചെയ്ത് ഹൈലൈറ്റ് സെൽ റൂൾ എന്ന് പറയുന്നതിൽ ടെക്സ്റ്റ് നമ്മളിതുവരെ നമ്പറുമായി ബന്ധപ്പെട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇനി നമ്മൾ ടെക്സ്റ്റ് ദാറ്റ് കണ്ടെയ്ൻസ് എ വേർഡ്. ഓക്കെ, സോ നമ്മളിപ്പോൾ ഇതിൽ പെൻസിൽ എന്ന് ഓൾറെഡി വന്നു, പക്ഷേ നമ്മളിപ്പോൾ എൻ്റർ ചെയ്യുന്നത് ബൈൻഡർ എന്ന് പറയുന്ന ഭാഗമാണ്. സോ ബൈൻഡർ എന്ന് പറയുന്നത് എൻ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ കഴിയും. ബൈൻഡർ എന്ന് പറയുന്ന ഭാഗം മാത്രം നമ്മൾ കൊടുത്ത ആ ഒരു കളറുകളെല്ലാം ലഭ്യമായിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇത്തരത്തിൽ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് ഹൈലൈറ്റ് സെൽ റൂൾ എന്ന് പറയുന്നതിൽ ഉപയോഗിക്കാം. എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. സോ അതിനുശേഷം വരുന്ന മറ്റൊരു ഓപ്ഷനാണ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം റൂൾസ്. സോ അതിൽ ടോപ്പ് 10 ഐറ്റംസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ സെല്ലിൽ ഉള്ള ആദ്യത്തെ 10 ഏറ്റവും വാല്യൂ കൂടിയ ആദ്യത്തെ 10 നമ്പറുകൾ നമ്മുടെ കണ്ടീഷണൽ ഫോർമാറ്റ് പ്രകാരം ഹൈലൈറ്റ് ആയതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ ഞാൻ യൂണിറ്റിൽ ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റിൽ തന്നെ മറ്റൊരു ഡാറ്റ ബാർസ് എന്ന് പറയുന്നൊരു ഭാഗം. ഇതിലെന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡാറ്റ ബാർ ഇപ്പോൾ 95 ആണെങ്കിൽ അത് ഏകദേശം മുഴുവനായും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. 50 ആണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം, എത്രയാണോ നമ്മുടെ സംഖ്യ അതിൻ്റെ അത്രയും ഭാഗം ആ ഒരു ഡാറ്റ ബാർ പ്രൊജക്റ്റ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ 27 എന്ന് പറയുന്നത് ഒരു 80 ആക്കി കൊടുക്കുമ്പോൾ ആ ഒരു ബാർ നിങ്ങൾക്ക് ഏകദേശം ഒരു 80% കവറായി നിൽക്കുന്നതായി കാണാം. അതുപോലെ വ്യത്യസ്ത തരങ്ങളിലുള്ള ഡാറ്റ ബാറുകൾ ഇവിടെയുണ്ട്, കളറുകളുണ്ട്. അവയെല്ലാം ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മറ്റു ഓപ്ഷനാണ് കളർ സ്കെയിൽ എന്ന് പറയുന്നത്. ഏറ്റവും ഹൈ വാല്യൂ എന്ന് പറയുന്നത് ഗ്രീനും അതിൻ്റെ മിഡ് വാല്യൂ യെല്ലോയും, ഏറ്റവും താഴ്ന്ന ചെറിയ വാല്യൂ റെഡ് കളറായിരിക്കും ലഭിക്കുന്നത്. അതുപോലെയാണ് ഇവിടെ ഓരോ കളർ കാറ്റഗറിയും നിങ്ങൾക്ക് ലഭ്യമായിട്ടുള്ളത്. അതുപോലെ ഐക്കൺ സെറ്റ് എന്ന് പറയുന്നത് അതിനനുസൃതമായി നമുക്ക് ചില ഐക്കണുകളും സെറ്റ് ചെയ്യാം. സോ ഈ കളറിനനുസരിച്ചുള്ള ഐക്കണുകൾ ഇവിടെ സെറ്റ് ചെയ്യാം. അതുപോലെ നമുക്ക് ഈ വാല്യൂവിനനുസൃതമായിട്ടുള്ള വിവിധ തരത്തിലുള്ള റേറ്റിങ്ങുകളും അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂവിനനുസരിച്ച് ആ ഒരു റേറ്റിംഗ് ഫില്ലായതായി നിങ്ങൾ കാണാം. 95 ആകുമ്പോൾ അതിൻ്റെ റേറ്റിംഗ് ഫുള്ളായതായി നിങ്ങൾ കാണാം. അതുപോലെ 36 ആകുമ്പോൾ ഏകദേശം ഒരു ബാർ മാത്രമേ അത് ഫില്ലായിട്ടുള്ളൂ. ഇത്തരത്തിലുള്ള വിവിധ തരത്തിലുള്ള കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്.